ഹായ് ഹലോ ഫ്രണ്ട്സ്, മോഡേൺ ഫാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൊല്ലം ആയൂർ ചടയമംഗലത്ത് ചെയ്ത ഒരു വീട്ടിലെ ഫുൾ വർക്ക് വീഡിയോ ആണ്. ഇവിടെ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ആൽക്കോയുടെ സോഫ്റ്റ് ടച്ച് അലുമിനിയം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വീട്ടിലെ എല്ലാ വർക്കും ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഓപ്പൺ കിച്ചണും പിന്നെ അതേപോലെ തന്നെ 3 വാർഡ്രോബുമാണ് ഈ ഒരു വീട്ടിൽ ചെയ്തു കൊടുത്തേക്കുന്നത്. ഈ ഒരു വർക്ക് ഞങ്ങളിലേക്ക് എത്തിയത് ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ഞങ്ങളിലേക്ക് എത്തിയത്. ഇവിടെ കിച്ചൺ ചെയ്തിരിക്കുന്നത് ഫുൾ ബോക്സ് മോഡലിലായിട്ടാണ് ഈ ഒരു കിച്ചൺ ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ അടിഭാഗവും പിന്നെ അതേപോലെ തന്നെ ലോഫ്റ്റും പിന്നെ അതേപോലെ മുകൾ ഭാഗത്ത് വരുന്ന ബോക്സ് ടൈപ്പുമാണ് ഫുൾ ബോക്സ് ആയിട്ട് നമ്മൾ ചെയ്തു കൊടുത്തേക്കുന്നത്. ഈ ഒരു കിച്ചൺ പൂർണ്ണമായും ബോക്സ് ടൈപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അലുമിനിയം പ്രൊഫൈൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബോക്സ് ടൈപ്പായിട്ട് ഈ ഒരു കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഒലീവ് ഗ്രീനും അലൂസോഫ്റ്റിൻ്റെ അതേപോലെ തന്നെ ക്ലാസിക് ഗ്രേയുമാണ് ഈ ഒരു കിച്ചണിൽ കളർ കോമ്പിനേഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. അലുമിനിയം പ്രൊഫൈൽ ഉപയോഗിച്ച് ഫുൾ ബോക്സ് ആയിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്ത് തീർത്തത്. ഒറ്റ നോട്ടത്തിൽ അലുമിനിയം വർക്കാണെന്ന് കണ്ടാൽ പറയാൻ സാധിക്കാത്ത വിധമാണ് ഈ ഒരു വർക്ക് ചെയ്ത് തീർത്തത്. ആൽക്കോയുടെ സോഫ്റ്റ് ടച്ച് അലുമിനിയം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അലുമിനിയവും പിന്നെ അതേപോലെ തന്നെ ഇതിൽ വരുന്ന PVC ഷീറ്റും ഒരേ കളറിലായിട്ടാണ് ഈ ഒരു ആൽക്കോ പ്രൊഡക്റ്റ് ഇവർ ഇറക്കുന്നത്. അപ്പോൾ ഈ ഒരു കിച്ചൻ്റെ പൂർണ്ണ രൂപം നമുക്ക് നോക്കാം. ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഒരു കൗണ്ടർ ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഇവർ കൗണ്ടർ ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കട്ട കെട്ടിയിട്ട്. ആ ഒരു ഭാഗത്തിനെ നമ്മൾ പാനലിംഗ് ചെയ്ത് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പാനലിംഗ് ചെയ്യാനായിട്ട് മൊസൈക് ഗ്ലാം എന്ന് പറഞ്ഞ PVC HPL ഷീറ്റാണ് പാനലിംഗ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഈ ഒരു കിച്ചണിൽ യൂസ് ചെയ്തേക്കുന്ന ഹിഞ്ചസ് പെഗ്ലറിൻ്റെ സോഫ്റ്റ് ടച്ച് ഹിഞ്ചസ് ആണ്, SS ടൈപ്പ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കിച്ചണിൽ 3 ഡ്രോയർ ബാസ്ക്കറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കട്ട്ലറി ബാസ്ക്കറ്റും നോർമലായിട്ടുള്ള കട്ട്ലറി യൂണിറ്റും പിന്നെ അതേപോലെ തന്നെ പ്ലേറ്റ് ബാസ്ക്കറ്റും പിന്നെ അതേപോലെ ഓയിൽ പുൾ ഔട്ടാണ് ഈ ഒരു കിച്ചണിൽ ഡ്രോയർ ബാസ്ക്കറ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു മെയിൻ കിച്ചൺ കൂടാതെ തന്നെ ഒരു വർക്ക് ഏരിയ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഇത് കോൺക്രീറ്റ് സ്ലാബ് ഉപയോഗിച്ച് ഇവർ സെറ്റ് ചെയ്തതാണ്. അതിൻ്റെ ഫ്രണ്ട് കവറേജ് മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. ഇതും ആൽക്കോയുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഫ്രണ്ട് കവറേജ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ബോക്സും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെയ്തിരിക്കുന്നത് ആൽക്കോയുടെ ബ്രൗൺ കളറിൽ വരുന്ന വാർഡ്രോബാണ്. ഇവിടുത്തെ വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത് WPC ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ പാർട്ടിഷനൊക്കെ സെറ്റ് ചെയ്ത് നിൽക്കുന്നത്. 17 mm 7 ഡെൻസിറ്റിയിൽ വരുന്ന മൾട്ടിവുഡാണ് ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. 4 ഡോറിലായിട്ടാണ് ഈ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 ഡോറ് ഹാങ്കറിങ്ങിനായിട്ടും പിന്നെ അതേപോലെ തന്നെ 2 ഡോറ് ഈക്വൽ തട്ടിലും പിന്നെ അതേപോലെ ഇതിൽ 2 ലോക്കറും 2 ഡ്രോയറും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ബോക്സ് ടൈപ്പായിട്ടാണ് ഈ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സാധാരണ ചെയ്യാറുള്ളതിനേക്കാളും ഇതിൻ്റെ ഉൾവശം കുറച്ച് അധികം കൂട്ടിയിട്ടാണ് ഈ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വീട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് ഇതേപോലെ ഞങ്ങൾ ഈ ഒരു വാർഡ്രോബിൻ്റെ സൈസ് കൂട്ടിയിട്ട് ചെയ്തത്. അപ്പോൾ ഇതേപോലെ ബോക്സ് ടൈപ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ റൂമിൻ്റെ സൈസ് അനുസരിച്ച് അളവ് കൂട്ടിയും കുറച്ചും അങ്ങനെ ചെയ്തെടുക്കാൻ സാധിക്കും. അടിയത്തെ 4 ഡോറ് കൂടാതെ തന്നെ ലോഫ്റ്റിലായിട്ടൊരു 4 ഡോറും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ് ടച്ച് ഹിഞ്ചസ് ആണ് ഈ ഒരു വാർഡ്രോബിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പെഗ്ലറിൻ്റെ സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസ് ആണ് ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 2 ഡ്രോയറും പിന്നെ അതേപോലെ തന്നെ 2 ലോക്കറും സെറ്റ് ചെയ്ത് കൊടുത്തു ഇതിൻ്റെ പാർഷ്യലിനായിട്ട്. ആൽക്കോയുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് വാർഡ്രോബും പിന്നെ അതേപോലെ തന്നെ കിച്ചണൊക്കെ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ
ഈ ആൽക്കയുടെ ഷീറ്റും PVC ഷീറ്റും പിന്നെ അതേപോലെ തന്നെ അലുമിനിയം ഒരേ കളറായതുകൊണ്ട് തന്നെ ആ ഒരു അലുമിനിയം വർക്ക് ചെയ്തതായിട്ട് ഒരിക്കലും നമുക്ക് തോന്നുകയില്ല. ഇവിടുത്തെ തന്നെ മറ്റൊരു ബെഡ്റൂം കബോർഡിൽ ചെയ്തതാണ് കൊറൽ കോഫി ലൈറ്റ്. ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ 2 ബെഡ്റൂം വാർഡ്രോബും ചെയ്തിരിക്കുന്നത്. ഈ ഒരു കളർ മറ്റൊരു വെറൈറ്റി കളറായിട്ടുള്ള കൊറൽ കോഫിയാണ്. ഇവിടെയും 2 ഡ്രോയർ പിന്നെ അതേപോലെ തന്നെ 2 ലോക്കറും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 2 ഡോറ് ഹാങ്കറിങ്ങിനായിട്ടും 2 ഡോറ് ഈക്കൽ തട്ടിലും സെറ്റ് ചെയ്തു. അടിയിലത്തെ 4 ഡോറ് കൂടാതെ തന്നെ ഇവിടെയും ലോഫ്റ്റിലായിട്ട് 4 ഡോറും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാർഡ്രോബും ഞങ്ങൾ ചെയ്യാറുള്ള അളവിനേക്കാളും കുറച്ച് ഉൾവശം ഇതിൻ്റെ കൂടുതലായിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.